ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിൽ തന്നെ മറ്റൊരു സ്പോട്ടായ പഴശ്ശി ഡാമിലാണ് കേട്ടോ. അപ്പോൾ പഴശ്ശി ഡാമിൻ്റെ ഡാം ഗാർഡനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് റൈഡ്സും അതേപോലെ അനിമൽസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ എൻട്രി പാസ് എടുക്കണം. എൻട്രി പാസിന്റെ വില 35 റുപ്പീസ് പെർ ഹെഡ് ആണ് കേട്ടോ. അപ്പോൾ എൻട്രി പാസ് എടുത്ത് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്ന ഒരു കൂട്ടം മരങ്ങളാണ്. അപ്പോൾ ഈ ഗാർഡനിലെ റൈഡ്സും അതേപോലെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ കണ്ണൂരിലെ വേനൽച്ചൂടിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ വേനൽച്ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ പഴശ്ശി പാർക്ക് കേട്ടോ. പിന്നെ ഈ ചൂടത്ത് ഈ വേനലിൽ ഈ പാർക്കിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഫുള്ള് പച്ചപ്പായതുകൊണ്ട് നമ്മുടെ കണ്ണിന് തന്നെ ഒരു കുളിർമ കിട്ടും. കാരണം എല്ലായിടത്തും പുല്ല് വെടിച്ച് പിടിപ്പിച്ചേക്കാണ്. അതേപോലെ മരങ്ങളൊക്കെ നല്ല പച്ചപ്പായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്ക് കണ്ടാൽ അറിയാം. നമ്മുടെ രണ്ട് സൈഡിലും, അതായത് വഴിയുടെ രണ്ട് സൈഡിലും പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല പച്ച കളറായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഗാർഡനിലെ മരങ്ങളുടെ നടുക്കായിട്ടാണ് നമ്മുടെ കുട്ടികൾക്കുള്ള പാർക്കുള്ളത് കേട്ടോ. കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ റൈഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പോയപ്പോഴാണ് ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് കുറച്ചും കൂടി നടക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ചൂടല്ലായിരുന്നോ, ചൂടത്തുനിന്നാണ് വന്നത്. അതുകൊണ്ട് ഐസ്ക്രീം കഴിച്ച് ഒരു ആശ്വാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു. ഈ ഐസ്ക്രീമിൻ്റെ പേര് സ്പാനിഷ് ഡിലൈറ്റ് എന്നാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് സിപ്പ് ലൈൻ ഉണ്ട്. പക്ഷെ നമ്മുടെ വയനാട്ടിലെ കാരാപ്പുഴൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും ചെറിയ സിപ്പ് ലൈൻ, അത്യാവശ്യം ഒരു ചെറിയ ഫണ്ണൊക്കെ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ സിപ്പ് ലൈൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടെ. പിന്നെ അതേ ഇവിടെ കുട്ടികൾക്കുള്ള RC കാറുണ്ട്, അതായത് റിമോട്ട്ലി അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന കാറ്. അതേപോലെ വാട്ടർ സ്പോർട്സ് ഉണ്ട് കുട്ടികൾക്കുള്ളത്. ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ അതേപോലെ ജൈൻ വീൽ ഉണ്ട്. ജൈൻ വീൽ അത്ര ജൈൻ്റ് ഒന്നുമല്ല, ചെറിയ ജൈൻ വീലാണ് കേട്ടോ. പിന്നെ സ്കൈ സൈക്ലിംഗ് ഉണ്ട് അവിടെ. ഒന്നും ആരും കയറുന്നത് ഞാൻ കണ്ടില്ല, പക്ഷെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കാരാപ്പുഴയിൽ അല്ലെങ്കിൽ വയനാട്ടിലുള്ള പോലെ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയ സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മേലേക്ക് പോയാൽ കുറേ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടാവും. ഇത് അഡൽസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഊഞ്ഞാലാണ് കേട്ടോ. കുറേ പേര് അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. കാരണം കുറേ കാലം കൂടിയായിരിക്കും ഊഞ്ഞാലൊക്കെ കാണുന്നത്. അതുകൊണ്ട് മുതിർന്നവരും ഇരുന്ന് ആടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും കയറി കുറേ കാലമായിരുന്നു ഊഞ്ഞാലൊക്കെ ആടി. ചെറുപ്പത്തിൽ ആടിയതല്ലേ. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. ഊഞ്ഞാലാടി കൊതിതീരോളം ഊഞ്ഞാലാടി അവിടെ ഇരുന്ന്. പിന്നെ നമ്മൾ പോയതാണ് ഈ ആനിമൽസിനെ കാണാൻ. ഇവിടുത്തെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാ ആനിമൽസും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് 50 രൂപയാണ് കേട്ടോ. 50 രൂപ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി. ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആനിമൽസിന് മാത്രം കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് കാണുന്ന ആനിമൽസിനെ കണ്ടു വന്നപ്പോഴാണ് ഇവനെ കണ്ടത്. ഇവനാണ് ഇഗ്വാന. അപ്പോൾ എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഇഗ്വാനെ ഒന്ന് കയ്യിലെടുക്കണമെന്ന്. ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ ആൾക്കാർ കയ്യിലെടുക്കുന്നതാണ്. അപ്പോൾ ഞാനും കയ്യിലെടുത്തു. ആൾ കാമൻ ക്വയറ്റാണ്, ഒരു കുഴപ്പമില്ല, ശാന്തനാണ്. പക്ഷെ ഒരേ ഒരു കുഴപ്പം ഇവൻ്റെ നഖമാണ് കേട്ടോ. ഇവൻ്റെ നഖം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അള്ളിപ്പിടിച്ച് കയറുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഈ സ്ക്രാച്ചസ്, ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. ആ സ്ക്രാച്ചസ് വലിയ കുഴപ്പമൊന്നുമില്ലാണ് കേട്ടോ ഈ ഇവിടുത്തെ ചേച്ചി പറഞ്ഞത്. അപ്പോൾ കയ്യിലെടുക്കുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ക്ലോസപ്പിൽ അതിൻ്റെ മുഖം കണ്ടപ്പോൾ എൻ്റെ കിളി ഒന്ന് പോയി. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ കാമൻ ക്വയറ്റായിരുന്നു. പിന്നെ അവൻ്റെ അടുത്ത് വേറൊരു ഉള്ളിനെ കണ്ടു. പുള്ളിക്കാരൻ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, അതായത് കോഴിക്കുഞ്ഞിനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ആഫ്രിക്കൻ ഗ്രേ പൈത്തൺ. അപ്പോൾ ഇതിനെയും കയ്യിലെടുത്താൽ കൊള്ളാലോ എന്നൊരു ആഗ്രഹം തോന്നി. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ആർക്കും അതിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷെ പിന്നെ പുള്ളി ഫുഡും കഴിക്കല്ലേ, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ചേച്ചി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, അവിടുത്തെ ഗൈഡ് ചേച്ചി പറഞ്ഞു ഇതിൻ്റെ ഒരു പേരുണ്ട്, അതിനെ കയ്യിലെടുത്തോളാം പറഞ്ഞു. അങ്ങനെ പാമ്പിനെയും കയ്യിലെടുക്കാൻ പറ്റി. അങ്ങനെ കയ്യിലെടുത്താണത് ഈ ഇവൻ്റെ പേരായ അടുത്ത ആഫ്രിക്കൻ ഗ്രേ പൈത്തൺ കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പാമ്പിനെയൊക്കെ കയ്യിലെടുക്കുന്നത്. പക്ഷെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പാമ്പ് കൈ കൂടെ ഇടുന്നതൊക്കെ. പക്ഷേ കയ്യിലിരുന്ന് പാമ്പിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് അധികമായപ്പോൾ ഞാൻ ചേച്ചിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. പക്ഷേ എൻ്റെ കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു പാമ്പിനെ കൊടുത്തിട്ടും. പക്ഷേ ചേച്ചി അതിനെ കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായി നമ്മൾ കണ്ടതാണ് നമ്മുടെ മുള്ളമ്പന്നീൻ്റെ അനിയന്മാരായിട്ട് വരുന്ന ഹെഡ് ഷോക്ക് കേട്ടോ. അത് ഇവിടെ ഉള്ളത് വൈറ്റ് ഹെഡ് ഷോക്ക് കേട്ടോ. ഇതിൻ്റെ വേറെ കളർ വെറൈറ്റീസും ഉണ്ട്, പക്ഷെ ഇവിടെ ഈ വൈറ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്രീക്കൻ വന്നിട്ട് പപ്പേൻ്റെ തോളിലിരുന്നത്. ഇത് നമ്മുടെ സൺ കോർണിയർ ഇനത്തിൽപ്പെട്ട ഒരു തത്തയാണ് കേട്ടോ. അപ്പോൾ കുറച്ചു നേരം പുള്ളിക്കാരൻ തോളിലിരുന്ന് ബോറടിച്ചപ്പോൾ പറന്നു പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ പോയി നടന്നപ്പോഴാണ് കല്ലിൻ്റെ അടിക്ക് ഒരാൾ കിടക്കുന്നുണ്ട്. ഇതാണ് ബംഗാൾ ക്യാറ്റ്. പുള്ളിക്കാരന് ചൂടെടുത്തിട്ട് കല്ലിൻ്റെ ഇടയ്ക്ക് പോയി കിടക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഗൈഡ് ചേച്ചി പറഞ്ഞത്. പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ മെല്ലെ പുള്ളി ഫുഡ് കഴിക്കാൻ ഇറങ്ങി വന്നു. പുള്ളിക്ക് ഒരു കൂട്ടുകാരനും കൂടി ഉണ്ട്, ഒരു പേഷ്യൻ ക്യാറ്റ് സൈലൻ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി നമ്മുടെ ബംഗാൾ ക്യാറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങി വന്നു കേട്ടോ.
കാര്യം ബംഗാൾ ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇത് നമ്മുടെ നാട്ടിലെ കാട്ടുപൂച്ചേൻ്റെ ഒരു ലുക്കാണ് കേട്ടോ. അതായത് നമ്മുടെ കോഴിനൊക്കെ പിടിക്കാൻ പറ്റില്ല, പാക്കാന്ന് പറയില്ലേ, ആ ഒരു പൂച്ചേൻ്റെ ലുക്കാണ് ആശാന്. പിന്നെ അതെ ഇതാണ് മിയ. മിയ എന്ന് പറഞ്ഞ ഒരു ഗ്രേ പാരറ്റാണ് കേട്ടോ. മിയ സൂപ്പറായിട്ട് വർത്തമാനം പറയുന്ന പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാന്ന് തോന്നുന്നു മിയ അധികം ഒന്നും വർത്തമാനം പറഞ്ഞില്ല. ഞങ്ങൾ നോക്കി ചുമ്മാ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് കുറച്ചും കൂടി വലിയ പക്ഷികളൊക്കെ ഉള്ള ഒരു കേജിൽ കണ്ട്. അവിടെ നമ്മുടെ യമു ഉണ്ട്, അതേപോലെ കുറേ വെറൈറ്റി പ്രാവുകൾ, കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ വന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഭയങ്കര വെയിലായിരുന്നു, എല്ലാവരും ക്ഷീണിച്ചു. എന്നാലും പൈസ കൊടുത്തുള്ളിൽ കയറിയതല്ലേ, നമ്മുടെ പാർക്കൊന്ന് നടന്നു കാണാമെന്ന് വിചാരിച്ചു. നടന്നു കാണാൻ മുന്നോട്ട് നടന്നപ്പോഴാണ് ഇവിടെ ഒരു പൂളുണ്ട്. ഇത് പിള്ളേർക്കുള്ള പൂളാണ് കേട്ടോ, ഇത് അഡൽസിനുള്ളതല്ല. പിന്നെ ഇത് അതിൻ്റെ നേരെ മുമ്പിൽ റെയിൻ ഡാൻസിങ് എന്ന് പറഞ്ഞൊരു ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതും അഡൽസിലാണ്. പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ അവിടെ ഒന്നും ആളില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയിരിക്കും ഇവിടെയൊക്കെ ആൾക്കാർ കൂടുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ പൂളിൽ ഒരു കുട്ടി കിടന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ റെയിൻ ഡാൻസിങ്ങിൻ്റെ അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല കേട്ടോ. അതേപോലെ കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ ഇവിടെ ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട്. ടോയ് ട്രെയിൻ, അതേപോലത്തെ കുറേ ചിൽഡ്രൻസിനുള്ള റൈഡ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിലൊന്നും അധികം ആൾക്കാരില്ല, വെയിൽ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരിതേ ഊഞ്ഞാലാടുന്നുണ്ട്. പക്ഷേ 10-35 വയസ്സായ പിള്ളേരാണെന്ന് മാത്രം. പിന്നെ പാർക്കിൻ്റെ ഈ ഭാഗത്ത് അഡൽസിനുള്ളത് ഒറ്റേ ഒരു റൈഡേ ഉള്ളൂ, അത് ബോട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ വരുവേലത്ത് ബോട്ടിങ്ങിന് പോയാൽ ഉണക്കമീൻ പോലെ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചായിരിക്കും ആരും പോകുന്നുമില്ല. അതേപോലെ ബോട്ടൊക്കെ അവിടെ സൈഡാക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ സൈഡിലുള്ള വ്യൂ. അപ്പോൾ ഇവിടുന്ന് ഷട്ടർ തുറന്നാൽ, അതായത് മഴക്കാലത്ത് ഷട്ടർ തുറന്നാൽ ഇഷ്ടം പോലെ മീനുണ്ടാവുന്നതാണ് കേട്ടോ ഇവിടെ നമ്മുടെ അങ്കിള് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഴശ്ശി പാർക്കിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ കണ്ണൂരിലെ വെയിലത്ത് നിന്ന് ഒന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ പഴശ്ശി പാർക്ക് അല്ലെങ്കിൽ പഴശ്ശി ഗാർഡൻ. അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് അബിൻ സൈനിങ് ഓഫ്.